ഹായ് കിഡ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തും ജിയോ ഹസാറോ സാൽ സാൽ കെ ദിൻ ഹോ 50,000 എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ്. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്സ് ഉണ്ടല്ലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ആക്ടിവിറ്റി 1. കഹാനി കെ ആധാർ പർ താലിക മേം സഹി യാ ഗലത് ലിഖേ. താഴെ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ കഥയിൽ നിന്നുള്ള പോയിൻറ്റ്സാണ്. അതിൽ കറക്റ്റ് ചെയ്ത് സഹി യാ ഗലത്. സഹി എന്ന് പറഞ്ഞാൽ ശരി, ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ്. കറക്റ്റായിട്ടുള്ള പോയിൻ്റ് ആണെങ്കിൽ ടിക്കും, തെറ്റായിട്ടുള്ള പോയിൻ്റ് ആണെങ്കിൽ റോങ്ങും മാർക്ക് ഇടണം. സഹി യാ ഗലത്. ഫസ്റ്റ് വൺ, ബർത്ത്ഡേ കാർഡ് ബഹുത് സുന്ദർ था. സഹി. നാനാ ने നിമ്മി को डांटा. ഗലത്. അപ്പൂപ്പൻ നിമ്മീനെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. ബർത്ത്ഡേ കാർഡ് പർ ഷേർ ലിഖാ था. ബർത്ത്ഡേ കാർഡിൽ കവിത എഴുതിയിരുന്നു. സഹി. നിമ്മി ने नाना को कार्ड दिखाया. സഹി. നിമ്മി അപ്പൂപ്പൻ്റെ അടുത്ത് കാർഡ് കാണിച്ചു. വിനോദ് അങ്കിൾ ने നിമ്മി को खिलौना दिया. ഗലത്. വിനോദ് അങ്കിൾ നിമ്മിക്ക് കാർഡല്ലേ കൊടുത്തത്, കളിപ്പാട്ടമല്ലല്ലോ. ഖിലോന എന്ന് വെച്ചാൽ കളിപ്പാട്ടം. മഹാത്മാവോം കി യാദ് ഹമേശ രഖി ജാത്തി ഹേ. സഹി. ഇത് നിങ്ങൾക്ക് സഹി യാ ഗലത് എന്ന് വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ടിക്ക്, റൈറ്റ് ഓർ റോങ്, ടിക്കോ റോങ് മാർക്കോ അങ്ങനെയും ഇടാം. അടുത്ത ക്വസ്റ്റ്യൻ, സഹി മിലാൻ കർക്കെ വാക്യ ബനായെ. സഹി മിലാൻ കർക്കെ മീൻസ് ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. കറക്റ്റായിട്ടുള്ളത് യോജിപ്പിക്കുക. മിർസ ഗാലിബ് ദുനിയ ഹമേം ഷേർ മേം ഹസാരോं साल. സെക്കൻഡ്, कौन जीता है दो दो लाइन्स होती है ഉറുദു കെ ഷായർ थे ഹമേഷ യാദ് രഖേ. ഇതിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് എഴുതുക. അപ്പോൾ മിർസ ഗാലിബ് ഉറുദു കെ ഷായർ थे, दुनिया हमें हमेशा याद रखे, शेर में दो दो लाइन्स होती है, हज़ारों साल कौन जीता है. അടുത്ത क्वेश्चन, बर्थडे कार्ड की विशेषताओं पर निम्मी और सहेली रीना के बीच बातें होती है, वह बातचीत तैयार करे. അതായത് അടുത്തൊരു കോൺവെർസേഷനാണ്. നിമ്മി നിമ്മിയുടെ കൂട്ടുകാരി, സഹേലി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, കൂട്ടുകാരി ആരാണ്? റീന. റീനയും കൂടെ ഉള്ള ഒരു കോൺവെർസേഷൻ. എന്തിനെക്കുറിച്ചാണ് അവരെ സംസാരം? ബർത്ത്ഡേ കാർഡിനെ വിശേഷിപ്പിച്ചുകൊണ്ട് രണ്ടുപേരും സംസാരിക്കുന്നതാണ് ഇവിടെ എഴുതേണ്ടത്. കോൺവെർസേഷൻ. ഉത്തർ ഹേ നിമ്മി, അരെ റീന ദേഖോ മുझे ये कितना प्यारा ബർത്ത്ഡേ കാർഡ് മിലാ ഹേ. അപ്പോൾ നിമ്മി പറയുകയാണ്, റീന നോക്ക്, എനിക്ക് എന്ത് നല്ല ഭംഗിയുള്ള ബർത്ത്ഡേ കാർഡാണ് കിട്ടിയത്. റീന, വാഹ് യേ തോ ബഹുത് സുന്ദർ ഹേ. നിമ്മി, ഇസ്കി വിശേഷതായേം ക്യാ ഹേ. അപ്പം റീന പറയുന്ന, വാഹ്, ആഹാ കൊള്ളാം നിമ്മി, ഇതിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? നിമ്മി, സബ്സെ പെഹലെ ഇസ്കാ റംഗ് ബഹുത് ആകർഷക് ഹേ. ആദ്യമായിട്ട് ഇതിൻ്റെ നിറം ഭയങ്കര ആകർഷണീയമാണ്. ഗുലാബി और सुनहरा रंग मिलकर इसे बहुत ख़ास बनाता है. ഗുലാബി और സുനഹര വെച്ചാൽ റോസ് കളറും ഗോൾഡൻ കളറും ഒരുമിച്ച് രണ്ടും കൂടെ ചേർന്നിട്ട് നല്ല ഭയങ്കരമായിട്ട് ഇതിനെ സ്പെഷ്യലാക്കി, ഈ രണ്ട് കളറും കൂടെ ചേർന്നിട്ട്. റീന, ഹാ रंग तो बहुत प्यारा है और इसके ऊपर जो डिज़ाइन है वो बहुत सुंदर है. എന്നിട്ട് റീന പറയാണ്, നിറം നല്ല രസമാണ് കാണാനൊക്കെ, പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഡിസൈനില്ലേ അത് നല്ല ഭംഗിയാണ് കാണാൻ. നിമ്മി, ബിൽക്കുൽ ശരിക്കും. और इसके अंदर का കവിത ബഹുത് ഹാർദിക് ഹേ. അപ്പോൾ നിമ്മി പറയാണ്, ആണ്, പിന്നെ ഇതിൻ്റെ അകത്തുള്ള ആ കവിത ഹൃദ്യമായതാണ്. ഹാർദിക് മീൻസ് ഹൃദ്യമായത്. റീന, സഹി കഹ, ശരിയാണ് നീ പറഞ്ഞത്. ഏക് അച്ഛേ ബർത്ത്ഡേ കാർഡ് മേം യഹി സബ് സവിശേഷതായേ ഹോനി ചാഹിയേ. നീ കറക്റ്റാണ് പറഞ്ഞത്. ഒരു നല്ല ബർത്ത്ഡേ കാർഡിന് ഈ കാര്യങ്ങളെല്ലാം വേണം. സുന്ദർ രംഗ്, ഡിസൈൻ, നല്ല ഭംഗിയുള്ള നിറം, ഭംഗിയുള്ള ഡിസൈൻ, ഓർ ഏക് ഹാർദിക് കവിത, പിന്നെ ഒരു ഹൃദ്യമായ കവിതയും. നിമ്മി, ഹാ ये विशेषताएं ही इसे इतना खास बनाती है. ഈ സവിശേഷതകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ബർത്ത്ഡേ കാർഡ് ഇത്രയും സ്പെഷ്യലായത്. അടുത്തത്, बातचीत के आधार पर
റോൾ പ്ലേ പ്രസ്തുത് കരെ. റോൾ പ്ലേ മീൻസ് എന്താണ്? ഈ കോൺവെർസേഷൻ്റെ അടിസ്ഥാനത്തിൽ റോൾ പ്ലേ ചെയ്യാനാണ് പറയുന്നത്. ഈ രണ്ട് പേര് തങ്ങളിൽ അഭിനയിച്ച്, ഒരാൾ നിമ്മിയായിട്ടും ഒരാൾ റീനയായിട്ടും ഇനാക്ട് ചെയ്ത് പറയാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതായി 3 മഹാന്മാരെ കുറിച്ച് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഷിറാസ് ഹുസൈൻ. ജന്മ 25 നവംബർ 1985. ഷിറാസ് ഹുസൈൻ एक ബഹുവിഷയക് ദൃശ്യ കലാകാർ ഹെ. എന്ന് പറഞ്ഞാൽ ഷിറാസ് ഹുസൈൻ എന്ന ആൾ ഒരു ബഹുവിഷയ ദൃശ്യ കലാകാരനാണ്. ഷിറാസ് ഖ്വാബ് തൻഹ കളക്റ്റീവ് കെ സംസ്ഥാപക കലാകാർ ഹെ. എന്ന് പറഞ്ഞാൽ ഖ്വാബ് തൻഹ കളക്റ്റീവിൻ്റെ സ്ഥാപക കലാകാരനാണ് ആര്? ഷിറാസ്. വേ ബാൽ പത്രികാവും കെ ലേഖക് ഓർ ചിത്രകാർ ബി ഹെ. അദ്ദേഹം കുട്ടികളുടെ മാസികകളുടെ എഴുത്തുകാരനും ചിത്രകാരനുമാണ്. ഉനോനെ ജാമിയ മിലിയ വിശ്വവിദ്യാലയ के ललित कला विभाग में कई वर्षों तक വ്യാവഹാരിക് കലായെ സിഖായി ഹെ. അതായത് ജാമിയ മിലിയ സർവകലാശാലയിലെ ഫൈൻ ആർട്സ് വിഭാഗത്തിൽ അദ്ദേഹം വർഷങ്ങളോളം പ്രായോഗിക കലകൾ പഠിപ്പിച്ചിട്ടുണ്ട്. हाल ही में वे मिर्ज़ा गालिब पर बच्चों के लिए किताब बनाने में लगे हैं. എന്ന് പറഞ്ഞാൽ അടുത്തിടെ, ഹാൽ ഹി മേം എന്ന് പറഞ്ഞാൽ അടുത്തിടെ അദ്ദേഹം ആരുടെ? മിർസ ഗാലിബിനെ കുറിച്ച് കുട്ടികൾക്കായി ഒരു പുസ്തകം തയ്യാറാക്കുന്ന തിരക്കിലാണ്. അടുത്തത് മദർ ടെരേസ. ജന്മ 26 അഗസ്റ്റ് 1910. ജന്മ മീൻസ് ജനനം 26 ഓഗസ്റ്റ് 1910. മൃത്യു മരണം 5 സിതംബർ 1997. 5 സെപ്റ്റംബർ 1997. मदर तेरेसा मानव सेवा और जन कल्याण के लिए जानी मानी हस्ती है. മദർ തെരേസ മാനവ സേവനത്തിനും പൊതുജനക്ഷേമത്തിനും പേരുകേട്ട വ്യക്തിയാണ്. जिनका नाम लेते ही मन में माँ की भावनाएं उमड़ने लगती है. അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ അമ്മയുടെ വികാരങ്ങൾ ഉണരുന്നു. വേ മാനവതാ കി ജീതി ജാഗ്തി മിസാൽ ഹെ. അവർ മനുഷ്യത്വത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ്. വേ ദീൻ ദുഃഖിയോം കി സേവ കർത്തി ഥി. എന്ന് പറഞ്ഞാൽ അവർ ദീനദുഃഖിതരെ സേവിച്ചിരുന്നു. असहायों की सहायता करने हेतु मदर टेरेसा को 1979 का നോബൽ ശാന്തി പുരസ്കാർ ദിയാ ഗയ. അതായത് നിസ്സഹായരെ സഹായിച്ചതിന് മദർ തെരേസയ്ക്ക് 1974 നോബൽ സമ്മാനം നൽകപ്പെട്ടു. दुनिया में ऐसे महान लोगों की ज़रूरत है जो मानवता की सेवा को सबसे बड़ा धर्म समझते हैं. അതായത് മനുഷ്യത്വത്തിൻ്റെ സേവനമാണ് ഏറ്റവും വലിയ ധർമ്മമെന്ന് കരുതുന്ന ഇത്തരം മഹത്തായ ആളുകളെ ലോകത്തിന് ആവശ്യമുണ്ട്. അടുത്ത മഹാൻ വ്യക്തി അമീർ ഖുസ്രോ. 1253 से 1325 तक. अमीर खुसरो का जन्म उत्तर एटा जिले के पटियाली नामक गांव में हुआ था. അമീർ ഖുസ്രോ ഉത്തർ എട്ട ജില്ലയിലെ പട്ടിയാലി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. വേ അപ്നെ സമയ കെ പ്രഖ്യാത് സൂഫി സന്ത് നിസാമുദ്ദീൻ ഔലിയ കെ ശിഷ്യ ഥേ. അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രശസ്ത സൂഫി സന്യാസിയായ നിസാമുദ്ദീൻ ഔലിയയുടെ ശിഷ്യനായിരുന്നു. അമീർ ഖുസ്രോ ने खड़ी बोली और फारसी में कविता लिखी है. അമീർ ഖുസ്രോ ഖടി ബോലിയിലും പേർഷ്യൻ ഭാഷയിലും കവിതകൾ എഴുതിയിട്ടുണ്ട്. വേ ഖടി ബോലി ഹിന്ദി മേം കാവ്യ രചന കർണേ വാലെ പ്രഥം കവി മാനെ ജാത്തെ ഹെ. അതായത് ഖടി ബോലി ഹിന്ദിയിൽ കാവ്യരചന നടത്തിയ ആദ്യ കവിയായി
അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. പഹേലിയാം, മുക്രിയാം, ദോ സഖുനെ, ഖാലിക് ബാരി ആദി ഉൻകി പ്രസിദ്ധ രചനായേ ഹേ. അതായത് ഇവയെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകൾ. ഷായർ കെ സാത്ത് സാത്ത് വേ ഏക് മഷ്ഹൂർ ഗായക് ബി ഥേ. ഒരു കവി എന്നതിനോടൊപ്പം അദ്ദേഹം ഒരു പ്രശസ്ത ഗായകൻ കൂടിയായിരുന്നു. तो बच्चों यही ख़त्म हुआ ये चैप्टर का एक्टिविटी. तो फिर मिलेंगे नेक्स्ट क्लास में. थैंक यू.